ജെംസ് മുട്ടായി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് ജെംസ് മുട്ടായി. വിലയും കുറവാണ്. നമ്മുടെ ഒറ്റയിരുപ്പിന് ആ ഒരു പാക്കറ്റ് മൊത്തം കഴിക്കും. നമ്മുടെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം നല്ല കളറാണ്. അതുപോലെ കഴിക്കുമ്പോൾ നല്ല മധുരമാണ്. അതുപോലെ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. 20 രൂപയ്ക്കൊക്കെ കിട്ടും. അല്ലെങ്കിൽ 10 രൂപയ്ക്കൊക്കെ പണ്ട് കിട്ടുമായിരുന്നു. 5 രൂപയ്ക്ക് കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് മൊത്തം ഒറ്റയടിക്കും കഴിക്കും. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കളറുള്ള ക്യാൻഡീസ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങളാണ്. എനിക്കിത് അറിയില്ലായിരുന്നു. നിങ്ങൾ ആക്ച്വലി ഞാൻ ഈ പറയുന്ന കാര്യം സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്നേഹത്തിന് പുറത്താണ് കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കെമിക്കൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജെംസിന് വേണ്ടി മാത്രമല്ല പറയുന്നത്, ഇതുപോലെ കളർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ആഹാരത്തിലും, പ്രത്യേകിച്ചും ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്, അതുപോലെ ഇപ്പോൾ ഇറങ്ങുന്ന ബബിൾക്കം പോലുള്ള സാധനങ്ങളെല്ലാം ഈ പല കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയും നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പല കമ്പനികളും നമ്മളെ ട്രാപ്പ് ചെയ്യുവാണ്. ഇത് പല രാജ്യത്തിലും അത് ബാൻഡാണ്. ഏതൊക്കെ കൺട്രീസിലാണ് ബാൻഡ് ആണെന്ന് ഉൾപ്പെടെ ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. വെറുതെ പറയുന്നതല്ല. ഓക്കെ, അപ്പം ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മിക്കവരും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ശരിക്കും ഈ ബ്രൈറ്റ് കളർ ആഡ് ചെയ്യാൻ വേണ്ടി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് വരാത്തതുകൊണ്ട്, പ്രശ്നം വരാത്തതുകൊണ്ട് നമ്മളത് കാര്യമാക്കില്ല. 4-5 മാസം അല്ലെ 6 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഓരോരോ പ്രോബ്ലംസ് കണ്ടു തുടങ്ങുന്നത്. കുട്ടികൾക്ക് പ്രതിരോധശക്തിക്ക് കുറവുണ്ടാവും, അലർജി ഉണ്ടാവും, വിട്ടുമാറാത്ത അസുഖങ്ങൾ, പല പ്രശ്നം, ക്യാൻസർ വരെ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ഫുഡ് എന്തൊക്കെയാണ് ഈ ജെംസ് മുട്ടായി പോലുള്ള സാധനങ്ങളിൽ ആഡ് ചെയ്യുന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ ജെംസ് മുട്ടായി എടുക്കുന്ന സമയത്ത് എൻ്റെ മകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് യെല്ലോ കളറാണ്. യെല്ലോ മാത്രമല്ല, അതിൻ്റെ അത് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പല പല കളേഴ്സ് ആണ് ഇത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം പല കുട്ടികൾ അടി വയ്ക്കും, എനിക്ക് ആ കളർ വേണം, എനിക്ക് ഈ കളർ വേണം എന്ന് പറഞ്ഞാൽ അടി വയ്ക്കാറുണ്ട്. എൻ്റെ മകൾക്ക് യെല്ലോ ഇഷ്ടമായിരുന്നു, പിങ്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാനത് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണ് എൻ്റെ പ്രശ്നമെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ ജെംസ് മുട്ടായി എടുത്തതിന് ശേഷം വെള്ളത്തിടുക, കുറേ നേരം വെള്ളത്തിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വായിലിട്ട് നുണഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറിലോട്ട് അത് മാറും? ഏത് മാറും? വൈറ്റ് കളറിലോട്ട് മാറും. ഈ വൈറ്റ് കളർ നമ്മൾ വിചാരിക്കുന്നത് സേഫാണ്. അങ്ങനെ ചില പേരൻസ് കൊടുക്കാറുണ്ട്. ശരിക്കും വൈറ്റ് വരെ പ്രശ്നമാണ്. വൈറ്റേ പ്രശ്നമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബാക്കിയുള്ള കളറിന്റെ കാര്യം. വൈറ്റ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ വൈറ്റ് കളർ ഉണ്ടാകുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് E171 എന്നൊരു കളർ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു വൈറ്റ് കളർ ഉണ്ടാക്കുന്നത്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് ശരിക്കും ഒരു വൈറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ക്യാൻഡീസിലും ഗംസിലും ഒക്കെ ടൂത്ത് പേസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞ് യൂറോപ്പിൽ ഫുഡ് സേഫ്റ്റി നോക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. അവർ 2021 ടൈറ്റാനിയം ഡയോക്സൈഡ്